കുറച്ചു നേരം കഴിഞ്ഞ് അവരൊരു അരുവിയുടെ അടുത്ത് വന്നു. അവിടെ ഒരു ചെറിയ ചെടി ഉണ്ടായിരുന്നു. അതിൽ 2 നീല നിറ പഴങ്ങൾ ഉണ്ടായിരുന്നു. ആഹാ, ഈ പഴം നോക്കി എങ്ങനെ തിളങ്ങുന്നു എന്ന്. ഇങ്ങനത്തെ പഴം ഞാൻ കണ്ടിട്ട് പോലുമില്ല. ശരി, കണ്ടു. ഇനി അത് കഴിച്ചു നോക്കാം, അതിന്റെ രുചി എങ്ങനെയുണ്ടെന്ന്. അങ്ങനെ അവർ ആ ചെടിക്കടുത്തേക്ക് പോയി 2 പേരും ഓരോ പഴം വെച്ച് കഴിച്ചു. ആഹാ, ഇത്ര രുചിയുള്ള പഴം ഞാൻ കഴിച്ചതേയില്ല. അതെ, ഇറ്റ്സ് സോ ടേസ്റ്റി. ഈ പഴം കഴിക്കുന്തോറും കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നുന്നു. അങ്ങനെ അവർ 2 പേരും കഴിച്ചു. 2 പേരും ആ പഴം കഴിച്ച് പിന്നെ നോക്കിയപ്പോൾ പഴം കഴിച്ച സ്ഥലത്ത് നീല നിറത്തിൽ ഒരു വജ്രമുണ്ടായിരുന്നു. ആഹാ, അതിശയം തോന്നുന്നു. ഈ പഴങ്ങളുടെ വിത്തുകൾ നീലനിറ വജ്രം പോലെ എന്താ തോന്നുന്നത്? അത് കഴിഞ്ഞ 2 വജ്രവും മരത്തിൽ നിന്ന് താഴെ വീണ് അവരുടെ തലയിൽ വന്ന് നിന്നു. അയ്യോ, ഇതെന്താ ഇങ്ങനെ? ഇതെന്താണ് നമ്മുടെ തലയിൽ വന്നിരിക്കുന്നത്? 2 പേരും ആ വജ്രം തലയിൽ നിന്ന് എടുക്കാൻ എത്രയോ ശ്രമിച്ചു. പക്ഷെ അത് അനങ്ങിയതേയില്ല. അപ്പ ആ മരം സംസാരിച്ചു. ടീനു, മീനു, എന്റെ ഈ മാന്ത്രിക പഴങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ഇന്നു മുതൽ നിങ്ങൾ മാന്ത്രിക പക്ഷികളാണ്. ഇപ്പോൾ മുതൽ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് ഈ മാന്ത്രിക കല്ലിലൂടെ നിങ്ങൾക്ക് നേടാം. എനിക്കിപ്പോ വിശ്വസിക്കാനേ കഴിയുന്നില്ല. നമ്മൾ 2 പേരും മാന്ത്രിക പറവകളോ? ചേച്ചി, വാ, നമുക്ക് വീട്ടിൽ പോയി അമ്മയോട് പറയാം.